പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യും. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 മാർച്ച് മാസം 15-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ഭയത്തിൽ നിന്നും ജയം പ്രാപിക്കുവാൻ 3 ചിന്തകൾ. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളും ചിന്തിക്കുന്നത് ദൈനംദിന ജീവിതത്തിൽ നാം നേരിടുന്ന ഭയത്തെ എങ്ങനെ ജയിക്കുവാൻ കഴിയുമെന്നുള്ളതാണ്. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എന്നോട് ദൈവം 3 പദങ്ങൾ സംസാരിച്ചു. 1, വിശ്വാസം പറഞ്ഞുകൊണ്ട് ഭയത്തെ ജയിക്കുവാൻ കഴിയും. എങ്കിൽ ആദ്യത്തെ വാക്യത്തിലേക്ക്, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാമത്തെ വാക്യം. അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ, നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളും ആദ്യമായി വായിച്ചു കേട്ട വാക്യത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറയാം. ഭയത്തിൽ നിന്ന് എങ്ങനെ ജയിക്കാൻ കഴിയുമെന്നുള്ള 3 ചിന്തകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനകത്ത് 1-ാമത്തെ ചിന്ത വിശ്വാസം പറയുക എന്നുള്ളതാണ്. ഇസ്രായേൽ മക്കൾ 30 ലക്ഷത്തിന് മുകളിൽ വരുന്ന ജനം പിറകിൽ നിന്ന് വരുന്ന ഫറവോനെയും മുമ്പിലോട്ട് വിടാതെ നിൽക്കുന്ന ചെങ്കടലിനെ കണ്ട് ഇസ്രായേൽ മക്കൾ ഭയപ്പെട്ട് നിൽക്കുമ്പോൾ മോശ അവരോട് വിശ്വാസത്തിന്റെ വാക്ക് പറയാണ്. അതിന് മോശ, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന രക്ഷയെ നിങ്ങൾ കണ്ടുകൊള്ളുക. ഇന്ന് കണ്ട മിസ്രയീമ്യനെ ഇനി നിങ്ങൾ ഒരു നാളും കാണത്തില്ല. നിങ്ങളും ഞാനും ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് മുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുന്ന, വഴിയടച്ചു നിൽക്കുന്ന, ഭയപ്പെടുന്ന അവസ്ഥയെ നോക്കി വിശ്വാസത്തിന്റെ വചനം പറയാൻ പറ്റുമെങ്കിൽ അവിടെയാണ് വിജയം സംഭവിക്കാൻ പോകുന്നത്. ദാവീദ് പറയുന്ന പദം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. 27-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ ഭയപ്പെടും? നിങ്ങൾ ഞാനും വിശ്വാസം പറയാൻ തുടങ്ങുമ്പോൾ നമുക്ക് മുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ഭയത്തിന്റെ ശക്തി ഇല്ലാതായിത്തീരും. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവവചനത്തിന്റെ ശക്തിയാൽ വിശ്വാസം പറയാൻ തയ്യാറാകണം. 2-ാമത്തെ ചിന്ത, ഞാനും നിങ്ങളും പ്രാപിച്ചത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ്. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ പ്രഭാതത്തിൽ പറഞ്ഞാട്ടെ, ഞാനും നിങ്ങളും പ്രാപിച്ചത് പുത്രത്വത്തിന്റെ ആത്മാവ്, ഭയത്തിന്റെ ആത്മാവല്ല, പുത്രത്വത്തിന്റെ ആത്മാവാണ്. 2 തിമോത്തിയോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ജയാളിയെ പോലെ പറഞ്ഞാട്ടെ, ഞാൻ പ്രാപിച്ചത് ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവല്ല, അത് ശക്തിയുടെ ആത്മാവാണ്, അത് സുബോധത്തിന്റെയും സ്നേഹത്തിന്റെയും ആത്മാവാ. വിശ്വസിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിൽ മുമ്പിൽ നിൽക്കുന്ന എതിരുകളെ നോക്കിയ, ഭയപ്പെടുത്തുന്ന അനുഭവങ്ങളെ നോക്കിയിട്ട് നമുക്ക് ജയത്തോടെ പറയാം, ഞാൻ പ്രാപിച്ചത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല. 3-ാമത്തെ ചിന്ത, നാം നേരിടുന്ന ഏത് സാഹചര്യത്തിലും നമ്മെ കൈവിടാതെ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷം 28-ന്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ഞാനോ ലോകത്തിന്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞു. വിശ്വസിക്കാമെങ്കിൽ നമ്മെ കൈവിടാത്ത കർത്താവ്. ഹല്ലേലൂയ. ഒന്നുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 23-ാം സങ്കീർത്തനം അതിന്റെ 4-ാമത്തെ വാക്യം പറയുന്നു, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല,
നീ എൻ്റെ കൂടെ ഇരിക്കുന്നുവല്ലോ. ഏത് സാഹചര്യത്തിനകത്തും എൻ്റെ കർത്താവ് നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ഉറപ്പാണ് നമ്മെ ജയാളിയാക്കുന്നത്, നമ്മെ ഭയത്തിൽ നിന്ന് പൂർണ്ണമായി വിടുവിക്കുന്നത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് പറഞ്ഞാട്ടെ, ഏത് സാഹചര്യത്തിനകത്തും, മുമ്പിൽ വിരോധമായി വീശുന്ന കാറ്റിനകത്തും, പടകിനെ മുക്കുമെന്ന് പറയുന്ന തിരമാലയുടെ നടുവിലും ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവിനെ, ഹല്ലേലൂയ, ആ കാറ്റിനെ ശാസിക്കാൻ കഴിയും. ആ വിരോധമായി വീശുന്ന കാറ്റിനെ, കടലിനെ ശാന്തമാക്കാൻ കഴിയുന്ന കർത്താവ് എൻ്റെ കൂടെയുണ്ട് എന്ന് പറയുവാൻ ദാവീദ് പറഞ്ഞതുപോലെ, കൂരിരുൾ താഴ്വരയിലൂടെ ഞാൻ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടത്തില്ല, നീ എൻ്റെ കൂടെ ഇരിക്കുന്നുവല്ലോ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവിനോടൊന്ന് പറഞ്ഞാട്ടെ, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലതു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുനിയെ പോകത്തില്ല. എൻ്റെ കൂടെ വരുന്ന എൻ്റെ കർത്താവ്, എന്നെ ബലപ്പെടുത്തുന്ന, എന്നെ ആശ്വസിപ്പിക്കുന്ന, എൻ്റെ കണ്ണുനീര് തുടയ്ക്കുന്ന എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഞാൻ ഈ 3 ആശയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ള ഏറ്റവും വലിയ ആഴമെന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഭയം വരുമ്പോൾ നമ്മുടെ പല നന്മകളും നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. കാരണം യോബിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം വ്യക്തമായി കേട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു. യോബ് പറയാണ്, ഞാൻ പേടിച്ചത് തന്നെ ഞാൻ നേരിട്ടു, ഞാൻ ഭയപ്പെട്ടിരുന്നത് തന്നെ എനിക്ക് ഭവിച്ചു. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ ഭയത്തെ നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായി ജയിക്കുവാനായിട്ട്, വിശ്വാസത്തിൽ ഓരോ സ്റ്റെപ്പുകൾ വയ്ക്കുവാനായിട്ട് ഈ പ്രഭാതം മുതൽ എന്നെ കേൾക്കുന്നവരെ ദൈവം സഹായിക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. അത്ഭുതം നടക്കട്ടെ, അതിശയം നടക്കട്ടെ, അത്ഭുത വഴികൾ തുറക്കട്ടെ. കർത്താവിൻ്റെ കരം വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നുവെങ്കിൽ എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ ലിങ്കുകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം. കാരണം നിങ്ങൾ അയക്കുന്ന ആ ലിങ്കിലാണ് ചിലവർ കർത്താവിനെ അറിയാൻ പോകുന്നത്. ഹല്ലേലൂയ, അവർ വിടുതൽ പ്രാപിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. ഈ കാണുന്ന നമ്പറുകളിലേക്ക് വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ അറിയിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ കൂടുതൽ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.